എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാജി തന്നെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി ഇട്ടേക്കണം. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇപ്പോൾ നമ്മൾ ഷാജിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് സിനാൻ എന്നാണെന്ന് തോന്നുന്നു, ഇവരുടെ ഇളയമ്മയുടെ മോനാണ്, കുറച്ച് പൈസ ഇടപാടുണ്ട് ഇവർ തമ്മിൽ. അപ്പോൾ അതേക്കുറിച്ച് ഇവർ സിനാന് ഫോൺ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ എനിക്ക് ഒരാൾ കുറച്ച് പൈസ തരാനുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം തന്നെ ആവട്ടെ, അപ്പോൾ എനിക്ക് അവരോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ടാവണം സംസാരിക്കേണ്ടത്. അല്ലാണ്ട് പാൽപ്പല്ല് പോലും കൊഴിഞ്ഞു പോവാത്ത കുഞ്ഞു മക്കളെ വിട്ടായിരിക്കരുത് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിപ്പിക്കേണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ ചെയ്യുന്നത് എത്ര തന്നെ നമ്മളെ റിയാക്ഷൻ വീഡിയോയിലൂടെ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വച്ചിട്ടൊന്നും ചെയ്യരുത്, അത് വളരെ വലിയ ക്രൈമാണ് എന്ന് എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കിയാലും ഈ ഒരു സ്ത്രീ തലമണ്ടയ്ക്കകത്തോട്ട് കയറുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ഇളയ കുട്ടി, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൈവെട്ടും കാല് വെട്ടും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരിച്ച് തള്ളുന്ന ആളുകളുണ്ട്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ ഇതൊക്കെ ഇരിക്കും. അവരുടെ മനസ്സിൽ സഹജീവികളോട് സ്നേഹവും അനുകമ്പയും ദയവുമാണ് ഈ ഒരു പ്രായത്തിൽ തോന്നിപ്പിക്കേണ്ടത്. അല്ലാണ്ട് എൻ്റെ ഉമ്മായെ തൊട്ടാൽ കൈവെട്ടും കാല് വെട്ടും എന്നൊക്കെ പറയുമ്പോൾ തൊട്ടടുത്തിരുന്ന് ഇതെല്ലാം കേട്ട് ആസ്വദിച്ച് ചിരിക്കുന്ന ഷാജിദയോട് എന്താ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ദയവ് മാത്രമേ ഉള്ളൂ. നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും നാണക്കേട് തോന്നുകയാണ്, ലജ്ജ തോന്നുകയാണ്. കാരണം അതായത് ഇവർ ഈ സംസാരിക്കുന്നത് പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ്. ശരിക്കും അതിൻ്റെ പുറകിലിരിക്കുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കില്ല, കാരണം പക്ഷേ അതിൻ്റെ ആ ഒറിജിനൽ വീഡിയോ കാണുന്നവർക്കറിയാം, അത് അവരുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഇവർ പബ്ലിക്കായിട്ടൊരു സ്ഥലത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇവരുടെ പിന്നിലിരിക്കുന്ന ആളുകളൊക്കെ ഇവരെ തന്നെ നോക്കുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ സംസ്കാരമില്ലാത്ത വാക്കുകൾ അവരും ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും അതുപോലും മനസ്സിലാക്കാത്ത ഒരു വിഡ്ഢിയാണ് ഈ ഷാജിദ എന്ന് പറയേണ്ടി വരും. ശരിക്കും പറയുകയാണെങ്കിൽ 10 പുത്തൻ കണ്ടതിൻ്റെ തിളപ്പ് എൻ്റെ പൊന്നു മോളെ ഇങ്ങനെ തീർക്കരുത്. കാരണം ഒന്ന് കാലോ കയ്യോ തെറ്റി വീണ് കഴിഞ്ഞാൽ തീരും നിൻ്റെ ഈ പൈസയുടെ അഹങ്കാരമൊക്കെ. അതുകൊണ്ട് ഈ പണം കണ്ടിട്ട് നീ അഹങ്കരിക്കരുത്. നീ ഒരുപാട് അഹങ്കരിക്കുന്നുണ്ട്, അത് നിനക്ക് ദോഷമായിട്ട് വരും. പ്രത്യേകിച്ചും നീ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വഴിതിരിച്ച് വിടുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. എന്തായാലും നമുക്ക് അവൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം. ഈ ചെറിയ മക്കളെ കൂട്ടുപിടിച്ച് സംസാരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങളുകൂടി ഒന്ന് കേട്ടിരിക്കുക. എല്ലാവർക്കും സ്വാഗതം. ഇമ്മയുടെ പ്രശ്നം ഉണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന് ഒരു ഇതൊക്കെയാണ് ഞങ്ങളൊരു ബ്ലോഗ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സിനാൻ തല്ലുണ്ടായിരുന്നു. സിനാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ല ചിരിയുണ്ട്. ആദ്യം നിന്റെ ഏട്ടന്റെ പൈസ അങ്ങോട്ട് കഴിക്കടാ. ആദ്യം നിന്റെ ഏട്ടന് പൈസ കഴിക്കടാ. എൻ്റെ മന തൊട്ടുണ്ട് നിന്റെ കൈ വെട്ടുന്നില്ല. കുറച്ചുകൊണ്ട് പുല്ല് നാട്ടിലിങ്ങനെ കറി വേണ്ടിയിട്ടണ്ട. കോഴിക്കാരും കപ്പിയനും ഇതൊക്കെ ഞങ്ങളുടെ കൂടെ അല്ല. എനിക്ക് നിന്റെ ഇക്കാന്റെ പൈസ അയക്കടാ സിനാന്. നാറി സിനാന്, നിന്റെ ഇക്ക മേടിച്ച പൈസ ആദ്യം പോലീസുകാരുടെ അടുത്ത് കൊണ്ടുകൊടുക്കാൻ പറയണ സ്റ്റേഷനിൽ. എന്നിട്ട് നീ വർത്താനം പറയണ മോനെ. സിനാന് എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നടാ നീ. നാറി നിന്റെ ഉമ്മാനും ഉപ്പാനും ആദ്യം നോക്കടാ നീ, എന്നിട്ട് നീ സംസാരിക്കടാ. സിനാനെ മോനെ, സിനാനെ ചരിത്രം നിന്റെടാ പുറത്ത് വരാൻ പോകുന്നത്, എന്റെ അല്ലടാ സിനാനെ. നിന്റെ ചരിത്രം നിന്റെ ഇക്കാന്റെ ചരിത്രോടാ പുറത്ത് വരാൻ പോകുന്നത്. വീഡിയോ എഡിറ്റിങ്ങിലുണ്ടടാ. ഓക്കെ, വീഡിയോ എഡിറ്റിങ്ങിൽ കോൾ റെക്കോർഡിങ് കാര്യങ്ങൾ വേറുള്ളത് നിന്റെ കൂട്ടുകെട്ട് എന്തെല്ലാം നെല്ലിക്കാട് നടക്കുന്ന എല്ലാം എൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടടാ.
വീഡിയോ വൈകാണ്ട് ഞാൻ ഇറക്കോടാ, തെളിവ് സഹിതം. നീ ഇറക്കടാ മോനെ, പുന്നാര മോനെ, നീ ഇറക്കടാ. ഞാനൊന്ന് കാണട്ടടാ മോനെ. ഓക്കെ, എന്നെ ഉണ്ടാക്കണ്ടടാ. എന്നെ വെച്ച് ഇനി നീ യൂട്യൂബ് തുടങ്ങിയിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന. ആദ്യം നിന്റെ ഉമ്മാനി ഉപ്പാനി നോക്കടാ. ഒരു തുണി കഷ്ണം എടുത്തു കൊടുക്കടാ ആദ്യം, എന്നിട്ട് വർത്താനം പറയടാ. കഴിഞ്ഞ പെരുന്നാൾക്ക് ഞാൻ എടുത്തു കൊടുക്കടാ ഡ്രസ്സ്, എന്റെ അളാമാക്ക് ഞാൻ എടുത്തു കൊടുത്തത്. നീ എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന നാറി. എനിക്ക് ചത്തൂടണ പോയിട്ട് കുറച്ച് വിഷം മേടിക്കുക, കുടിക്കുക, ചാവുക. അതാ നല്ലത്. തന്തയ്ക്കും തള്ളയ്ക്കും ഉപകാരമില്ലാത്ത ജന്തുക്കള് പോയി ചാവുകയാണ് നല്ലത്. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ലടാ സിനാനെ. നല്ല സിനാനല്ലേ. പോയിട്ട് നിന്റെ ഇക്കാനോട് തരാനുള്ള ബാക്കി പൈസയും കൂടി ഇങ്ങോട്ട് തരാൻ പറയടാ മോനെ. ഓക്കെ, ഡൺ. ഓക്കെ സിനാനെ, കള്ളു കുടിച്ചാ? ഇന്ന് കുടിക്കാനുള്ളത് കിട്ടിയാ? അപ്പോൾ ഷാജിയും കുഞ്ഞിൻ്റെയും സംസാരങ്ങൾ നിങ്ങളൊക്കെ കേട്ടില്ലേ? അപ്പോൾ ഇതാണ് ഇവൾ എങ്ങനെയാണ് നല്ലൊരു അമ്മയാവുന്നത്. ഒരിക്കലും ഇവൾ നല്ലൊരു അമ്മയേ അല്ല. ഈ കുഞ്ഞുങ്ങളെ ഈ ഇത്ര കുട്ടിക്കാലത്തെ ഇങ്ങനെയുള്ള വാക്കുകൾ കുഞ്ഞുങ്ങളുടെ വായിൽ വരണം എന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്ത് കുഞ്ഞിനെ കൊണ്ട് പറയിക്കുന്നതാണ് ഈ ഒരു സ്ത്രീ. എത്ര പറഞ്ഞാലും പല തരത്തിലുള്ള വട്ടുകളും കണ്ടിട്ടുണ്ട്. ഇത് കുറച്ച് കൂടുതലാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ച് വിടുന്നത് ഒട്ടും നല്ലതല്ല. നിങ്ങൾക്ക് 5 ആൺമക്കളാണെന്നുള്ള അഹങ്കാരം നല്ല രീതിയിലുണ്ട്. പക്ഷേ അത് ബാധിക്കുന്നത് ഈ 5 കുട്ടികളെയും ബാധിക്കും. അവരിങ്ങനെ കയറൂരി നിങ്ങൾ അവരെ എന്ത് സംസാരിക്കാനും ആരെയും തെറി വിളിക്കുക എന്നുള്ളൊരവസ്ഥയിൽ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ അവർ ഭാവിയിൽ മറ്റുള്ളവർക്കൊരു തലവേദനയാവും ഈ കുഞ്ഞുങ്ങൾ. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്, അങ്ങനെ ഓരോ കുട്ടികളെയും കാണുന്നുണ്ട്. ഒരിക്കലും ഒരു കുഞ്ഞു പോലും വഴിതെറ്റി പോവരുത് എന്നുള്ള ചിന്തയോട് കൂടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരെയെങ്കിലും പറയാനുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ തന്നെത്താനെ സംസാരിക്കൂ, അതിലൊരു പ്രശ്നവും ഇല്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഓരോന്ന് പറയിപ്പിക്കുക, അത് വളരെ മോശമാണ്. ഇനി ഷാജി നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് എതിരെ കേസിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കേസിന് പോയി എന്നും പറയുന്നുണ്ട്, പോകുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. ഈ സിനാൻ എന്ന് പറയുന്ന കാശ് കൊടുക്കാനുള്ള ഇവരുടെ സഹോദരൻ ഇട്ട ആ ഒരു വീഡിയോ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഇവർ റിമൂവ് ചെയ്ത് കളയിപ്പിച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് ചെയ്യിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ നിങ്ങൾക്ക് അരിമേടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നറിയാം. പക്ഷേ എന്നാലും എൻ്റെ കുഞ്ഞുങ്ങളെയും എന്നെയും കൂടുതൽ താറടിച്ച് കാണിക്കുന്നത് കുറച്ച് ഓവർ ആവുന്നുണ്ട്. അതുകൊണ്ട് അവർ കേസിന് പോകും. ഒന്നുകിൽ ഇവരെ പറ്റി ഇട്ട വീഡിയോകൾ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇവർ നിയമസഹായം തേടുമെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ പൊന്ന് മോളെ ഷാജിദേ, നീ നിയമസഹായം തേടിക്കഴിഞ്ഞാൽ നീ മാത്രമേ കുരുങ്ങത്തുള്ളൂ. വേറെ ആർക്കും ഒരു പ്രശ്നവും വരത്തില്ല. നമുക്ക് എന്താ വരുന്നത്? കൂടിപ്പോയാൽ നമ്മളോട് പറയുമായിരിക്കും നിങ്ങൾ ഇതൊന്ന് പ്രൈവറ്റ് ആക്കി ഇടാൻ പറയുമായിരിക്കും, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റാൻ പറയുമായിരിക്കും. അല്ലാണ്ട് തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കത്തൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങളെ വച്ചിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുള്ള സംസാരങ്ങൾ, കുഞ്ഞുങ്ങളെ മുൻനിർത്തി നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ ഉമ്മാനെയും അതുപോലെ മറ്റുള്ളവരോടും പെരുമാറുന്ന രീതികൾ, ഇത് എല്ലാം ഓരോരുത്തരുടെയും റിയാക്ഷൻ ചാനലിൽ പോയിന്റ് പറഞ്ഞാണ് ഓരോരുത്തരും വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാട്ടി നീ ആരെയും ഭീഷണിപ്പെടുത്താനായിട്ട് നിൽക്കേണ്ട. കാരണം അത് നിനക്ക് തന്നെ വിനയായിട്ട് വരത്തേ ഉള്ളൂ, അല്ലാണ്ട് അത് മറ്റാർക്കും ഒരു തരത്തിലുള്ള ദോഷമായിട്ട് വരത്തില്ല. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നീ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, എന്നെ വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്തോട്ടെ, അതുകൊണ്ട് ഞാൻ മൂലം ആർക്കെങ്കിലും 10 രൂപയുടെ അരി മേടിക്കാൻ പറ്റിയാൽ അത് അത്രയും നല്ലത് തന്നെ, എനിക്കൊരു പ്രശ്നമില്ല, എന്നെ വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന് നീ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ നമ്മളെപ്പോലെ എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരുടെ കയ്യിലും സുലഭമായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിനക്ക് അങ്ങനെയും നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളെ വിളിച്ചൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്തിന് നമ്മളത് കാണിക്കും. ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ തീർന്നു. മനസ്സിലായില്ലേ? നീ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണത്. അതുകൊണ്ട് ഈ തെളിവുകൾ കാണിച്ച് പൊന്നുമോളെ ഭീഷണിപ്പെടുത്താനായിട്ട് നിൽക്കേണ്ട. അതൊന്നും ഇവിടെ ചിലവാവാൻ പോകുന്നില്ല. പേടിക്കേണ്ടത് നീ മാത്രമേ പേടിക്കേണ്ട കാര്യമുള്ളൂ. കാരണം കുഞ്ഞുങ്ങളെ മുൻനിർത്തി കളിക്കുന്ന നിന്റെ ഈ കളിയുണ്ടല്ലോ, അത് നീ അവിടെ നിർത്തി വെച്ചേക്കുക. അത്രേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഇവരുടെ ഈ ഭീഷണിയുടെ സ്വരത്തിലുള്ള ആ ഒരു വീഡിയോ കൂടി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്.
ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ്. പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ എളാമാന്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് CIനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും. ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കേസ് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എന്താ നിങ്ങൾക്കിത് കണ്ടിട്ട് തോന്നുന്നത്? ഇവള് എല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിക്കും, എന്നിട്ട് അതിനെ വിമർശിക്കുന്നവർക്ക് കുറ്റം. അതുപോലെ തന്നെ ചാനലിൽ വന്നിട്ട് അമ്മയുടെ ജട്ടി ഡാൻസ് എടുത്തിട്ടു, അതുപോലെ അവൾ തന്നെ തുണി പൊക്കി കാണിക്കുന്ന ഡാൻസ് ഇട്ടു. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇത് റിയാക്ട് ചെയ്യുന്നതാണ് ഇവൾക്കിപ്പോൾ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് പേര് റിയാക്ട് എൻ്റെ പൊന്നു മോളെ, ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചാനലുകളുണ്ട്. പിന്നെ നീയായിട്ടാണ് മറ്റുള്ളവർക്ക് ചാകര കൊയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ ഓരോ ദിവസവും ലൈവിൽ വന്നിരുന്ന് വിളിക്കുന്ന അപരാധങ്ങൾ, അതും കൊച്ചുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്ന വാക്കുകൾ, നിന്റെ കൊച്ചുങ്ങളും ഒട്ടും മോശമൊന്നുമല്ല. അപ്പോൾ അവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, അതിനെല്ലാത്തിനും കാരണം നീ തന്നെയാണ് കേട്ടോ. അപ്പോൾ മാത്രമല്ല, കുഞ്ഞുങ്ങളെ മുൻനിർത്തി കളിക്കുകയാണ് നിന്റെ ഒരു പ്രത്യേക ഒരു രസമെന്ന് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങൾ അടുത്ത് വന്ന് ആരെ തല്ലും കൊല്ലും, എൻ്റെ ഉമ്മാനെ തൊട്ടുപോയ കൈ വെട്ടും എന്നൊക്കെ പറയുമ്പോൾ നീ അത് ഭയങ്കര രസത്തിലാണ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു കുഞ്ഞു പ്രായമൊക്കെ അങ്ങ് കഴിയും, അവർ വളർന്ന് വലുതാവും. അപ്പോൾ അത് നിനക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരുന്നാൽ കൊള്ളാം. പിന്നീട് നീ ഈ പറഞ്ഞ ഒരു ഭീഷണി ഉണ്ടല്ലോ, നീ കേസ് കൊടുക്കും, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കുമെതിരെ നീ കേസ് കൊടുക്കും, എല്ലാവരെ കൊണ്ടും വീഡിയോ റിമൂവ് ചെയ്യിക്കും എന്നൊക്കെ, അത് നിന്റെ വെറും ഒരു സ്വപ്നം മാത്രമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ എൻ്റെ വീഡിയോ ചെയ്യുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട, നീ പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നീട് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി ഇട്ടേക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.